ഈ ക്രിക്കറ്റിൽ അന്നെന്ന് പറഞ്ഞാലേ വെസ്റ്റ് ഇൻഡീസാണ് അതിൻ്റെ ഏറ്റവും ഹാർഡ് ബോൾ, മീൻസ് ഏറ്റവും ഫാസ്റ്റ് ബോളേഴ്സ് ഉള്ള മാൽക്കം മാർഷൽ, അംബ്രോസ് ഒക്കെ ഉള്ള സമയം. ആ സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോള് തീപ്പന്തം പോലെയാണ് വരണത്. അത് നമുക്ക് ഇത് അന്നൊന്നും ഈ 120 കിലോമീറ്റർ സ്പീഡ് അങ്ങനെയൊന്നും പറയാനുള്ള ടെക്നോളജി ഒന്നും ആയിട്ടില്ല. പക്ഷെ അവരായിരുന്നു അന്നത്തെ ഹീറോസ് വെസ്റ്റ് ഇൻഡീസ്. പക്ഷെ അന്ന് അവരെ മറികടന്ന് കപിൽ ദേവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ ടീം കപ്പടിക്കുമ്പോൾ അതൊരു ഭയങ്കര വികാരമായിരുന്നു. അത് കളിയെന്നൊന്നും പറയാനില്ല. അത് അത്രയ്ക്ക്, കാരണം ആരും ലോകം മൊത്തത്തിൽ വിചാരിച്ചിരുന്നത് ഇന്ത്യ അങ്ങനെയുള്ള ഒരു എതിരാളിയല്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് കപ്പടിച്ചോടുകൂടി ഒന്നും കൂടി മാറി. അതിന് ശേഷമാണ് കേട്ടോ കുറേ ഇന്ത്യയിലേക്ക് ഇത്രയും ക്രിക്കറ്റിൻ്റെ അഭിനിവേശം വന്നതും ആളുകൾ കൂടുതൽ കാണാൻ തുടങ്ങിയതും അങ്ങനെയൊക്കെ ആ ഒരു ഇൻസ്പിറേഷനിലാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ പഴയ ക്രിക്കറ്റിൻ്റെ ലേക്ക് വരാനുള്ള ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ. ക്രിക്കറ്റ് ഓർമ്മകൾ എന്ന് പറഞ്ഞാലേ, ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ കാഞ്ഞൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ എൻ്റെ അമ്മച്ചിയുടെ വീട് അവിടെ തൊട്ടടുത്താണ്. അപ്പം ആ ഭാഗത്ത് അമ്മച്ചിയുടെ വീട്ടിൽ മാത്രമാണ് TV ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു പകുതി ആകുമ്പോൾ എന്തെങ്കിലും വയറുവേദനാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ അങ്ങനെ പോവാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി പോയി നേരെ അമ്മച്ചിയുടെ വീട്ടിൽ പോയി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് എന്താ പറയുക, ശ്രീകാന്ത്, സിദ്ധു, അങ്ങനെ സച്ചിൻ വരണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രേസാണ്, അത് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ തന്നെ ഈ ടൂർണമെൻറ്റുകൾ, അന്ന് 10 രൂപയുടെ ഈ റബ്ബറിൻ്റെ ബോളാണ്. അത് ചിലപ്പോൾ ഒരു ടൂർണമെൻറ്റിന് തന്നെ ഒരു കളിക്ക് തന്നെ 5 or 6 ബോളൊക്കെ മേടിക്കേണ്ടി വരും. കാരണം അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ആ ബോൾ മേടിക്കാനായിട്ട് ഞങ്ങൾ പലരുടെ അടുത്ത് പോയി, ചേട്ടന്മാരെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടൂർണമെൻ്റ് എടുത്താണ്. 10 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ ക്രിക്കറ്റിൻ്റെ ഭ്രാന്ത് കൊണ്ട് അത് കളിക്കുകയും ചെയ്യണം, കാണുകയും ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രം കുറേ ടൂർണമെൻറ്റുകൾ ഞങ്ങൾ കുറേ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും കളിക്കണം. അപ്പോൾ ആ ഒരു സ്പിരിറ്റ്, അങ്ങനത്തെ ഒരു വലിയൊരു സമയം. അന്ന് ഫുട്ബോളല്ല, അന്ന് ക്രിക്കറ്റാണ് മെയിനായിട്ട് ജ്വലിച്ച് നിൽക്കണം. അന്ന് ഇന്ത്യ പാകിസ്ഥാനിൻ്റെയൊക്കെ ഒരു കളി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എന്താ പറയുക, അത്ര വൈബിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നൊന്നും അത് കാണാൻ സമയമില്ല. കാരണം ഒരു ദിവസം കാണണമല്ലോ. ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ 50 ഓവർ എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കളിയാണ്. അതൊരു ദിവസം അങ്ങോട്ട് മാറ്റി വയ്ക്കണം അതിന് വേണ്ടിയിട്ട്. ഇപ്പം നമുക്കങ്ങനെ മാറ്റി വയ്ക്കാൻ സമയങ്ങളില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് സ്കോർ മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ഇപ്പോഴും ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ക്രിക്കറ്റ് കളി കാണുകയാണെങ്കിൽ, ഇപ്പം കാഞ്ഞൂർ ഭാഗത്തേക്ക് എല്ലാ ശനി ഞായറൊക്കെ ഉണ്ട് ഗ്രൗണ്ടിൽ, കാണാൻ കുറച്ച് നേരം വണ്ടി നിർത്തി കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ പോകാറുള്ളൂ. ഞങ്ങളുടെ ചെറുപ്പത്തിലും പിന്നെ ഞാനിപ്പോൾ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ നമ്മളുടെക്കും റോൾ മോഡലായിട്ട് നിൽക്കുന്ന 3-4 പേരുകളായിരുന്നു. ഒന്ന് അലിയാർ, പുള്ളി ഒരു കൊമേഡിയനായിരുന്നു ആ കാലഘട്ടത്തിലെ നാടകങ്ങളിൽ. പിന്നെ കാഞ്ഞൂർ മത്തായി ചേട്ടൻ, പിന്നെ നമ്മുടെ പാറക്കി ജെയിംസ് ചേട്ടൻ, പിന്നെ വാര്യര് മാഷ്, നമ്മുടെ അഗ്രു സ്കൂളിൽ മലയാളം പഠിപ്പിച്ചിരുന്ന അധ്യാപകനായിരുന്നു. വളരെ തന്മയത്വത്തോടു കൂടി അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കണ്ടും കേട്ടൊക്കെയാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, ആ സമയത്ത് അവർ പറയുന്ന ഡയലോഗുകളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവർ സംവദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു മാർഗദർശികൾ പോലെയാണ് അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമുക്കങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന നാടക കലാകാരന്മാരെന്ന് പറയുന്ന പുതിയ തലമുറയിൽ എനിക്ക് തോന്നുന്നത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. നമ്മുടെ ശ്രീകുന്നത്തേക്ക് വളരെ ചുരുക്കം. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പണ്ട് മീൻസ് എൻ്റെ ചെറുപ്പത്തിലേക്കും ഞങ്ങളുടെ നാട്ടിലൊരു ഗോപാലൻ നായർ ചായക്കട ഉണ്ടായിരുന്നു. ചായക്കട അന്ന് വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഇന്നത്തെ പോലത്തെ ഉള്ള ഒരു AC അങ്ങനെ ഭയങ്കര ഒരു ചെറിയ ചായക്കട ആ വീടിനോട് ചേർന്ന്. അപ്പോൾ അവർ തന്നെ തലേദിവസം ആട്ടി ഉണ്ടാക്കുന്ന മാവ് കൊണ്ടുണ്ടാക്കുന്ന ദോശയും ഇഡ്ഡലിയും നല്ല ആ ഒരു സ്നേഹത്തോടു കൂടി തരുന്ന ആ ഒരു ചായയും. അത് മാത്രമല്ല എൻ്റെ പ്രത്യേകത, അവിടെ എല്ലാവരും രാവിലത്തെ പള്ളിയിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന് എല്ലാവരും അവിടെ കയറി അന്നുണ്ടാകുന്ന അല്ലെങ്കിൽ തലേദിവസം ഉണ്ടാകുന്ന എല്ലാ സംഭവവികാസങ്ങളും ചർച്ച ചെയ്ത് അവിടുത്തെ എല്ലാം നമുക്ക് അവിടെ ചെന്നൊരു ചായ കുടിച്ചാൽ എല്ലാ ന്യൂസുകളും അറിയാവുന്നൊരു കടയായിരുന്നു അത്. അങ്ങനെ പല കടകളും ഉണ്ടാകുന്നു ആ സമയത്ത്. അങ്ങനെയായിരുന്നു, പേപ്പർ വായിക്കുന്ന പ്രതീതിയാണ് നമ്മളെന്നാ ഗോപാലൻ നായരുടെ കടയിൽ ചെന്ന് ഒരു ചായ കുടിക്കല്ലേ. നമ്മളൊന്ന് ചായ കുടിച്ചില്ലെങ്കിലും അവിടെ പോയി നിന്ന് അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ വലിയ വലിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. തലേദിവസം, അത് കല്യാണങ്ങളുടെ തലേ ദിവസങ്ങളായിരുന്നു പണ്ടൊക്കെയും ആഘോഷം, പിറ്റേ ദിവസമല്ല. തലേദിവസം ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ
നമ്മൾ ക്ഷണിക്കുന്നവർ അവരുടെ വീട്ടിലുള്ള തേങ്ങ, അവരുടെ വീട്ടിലുള്ള മാങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അവിടെ വന്ന് തേങ്ങ ചിരണ്ടുന്നു, മാങ്ങ എത്തുന്നു. ആ ഒരു ഒരു ആഘോഷം, ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് തലേ ദിവസമായിരുന്നു. നമ്മൾ അവിടെയാണ് രാവിലെ മുതൽ വെളുപ്പിന് വരെ നമ്മൾ അവിടെയാണ്. അതൊരു ഭയങ്കര ആഘോഷമാണ്. അതൊന്നും ഇപ്പം ഇല്ല. കാരണം ഇപ്പം നമ്മളെല്ലാം കാറ്ററിംഗുകാർക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നു, വരുന്നു, കഴിക്കുന്നു, പോകുന്നു എന്നല്ലാതെ അതിലും ഒരു ഭയങ്കര സൗഹൃദങ്ങളുണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു. തലേ ദിവസത്തെ കല്യാണം എന്നല്ല പറയാം, തലേ ദിവസത്തെ പെരുന്നാളെന്ന് പറയാ. തലേ ദിവസത്തെ കാരണം അത്രയ്ക്കും ഐക്യമായിരുന്നു എല്ലാവരുമായിട്ട്. എല്ലാവരും ചിരിച്ച് കളിച്ച് കുറേ നേരം ചീട്ട് കളിക്കും. അങ്ങനെയൊക്കെ വെളുപ്പിന് വരെ ഇരുന്ന് ചീട്ടൊക്കെ കളിച്ച്, അത് വേറെ പൈസയ്ക്കൊന്നിനുമല്ല, ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ആ വീടിൻ്റെ കൂടെ, ആ കല്യാണം നടക്കുന്ന വീടിൻ്റെ കൂടെ ഈ പറയുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗാണ് അന്ന് ഉണ്ടാവുക. പക്ഷെ ആളുകൾക്ക് സമയമില്ല, ആരുമില്ല. അന്ന് സമയമില്ലാഞ്ഞിട്ടല്ല, അന്നും ഇതേപോലെ തിരക്കുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് അവർ മാറ്റി വയ്ക്കുമായിരുന്നു. കാരണം ഈ ഒരു കല്യാണത്തിൻ്റെ തലേദിവസങ്ങൾ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അതൊരു ബന്ധമായിരുന്നു, നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു സ്നേഹമായിരുന്നു അത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ അതൊക്കെ വിട്ടുപോയി. നമ്മളത് എന്താ പറയുക, ഇനിയിപ്പോൾ ആർക്കും സമയങ്ങളില്ല, എല്ലാവരും അവരുടേതായ തിരക്കുകളാണെങ്കിലും അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടുകുടുംബം പോലെയുള്ളൊരു അവസ്ഥയായിരുന്നു അന്ന്. അന്നൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ വീട്ടുകാരെ പോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ വീട്ടിലുണ്ടാവും, അവരുടെ എന്ത് കാര്യങ്ങൾക്ക് സഹായിക്കാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മകൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടോ, അവർ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളൊക്കെ ശരിക്കും ആസ്വദിച്ച സമയങ്ങളാണ് അതൊക്കെ. ഇപ്പം അത് ഞങ്ങളത് പറയുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ഇത് അതിലേക്ക് ഇണങ്ങിച്ചേരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതൊരു വലിയ ആഘോഷങ്ങളായിരുന്നു. അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. അതൊരു സ്നേഹത്തിൻ്റെ ഒരു ദൃഢതയായിരുന്നു അത്. അന്നൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു ജോസ് മാസ്റ്ററിൻ്റെ വീടുണ്ട്, പെരുമായൻ ജോസ് മാസ്റ്റർ. അവർ രണ്ടുപേരും അധ്യാപകരാണ്. അപ്പം ഇവർ രണ്ടുപേരും സ്കൂളിൽ പോകുന്ന സമയത്ത്, അതായത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ, അന്ന് അവർക്ക് സ്കൂളിൽ പോകണം, ഞങ്ങൾക്കൊന്നും പോകണ്ട. അപ്പം ഞങ്ങളെല്ലാം ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന വീട്. അവിടെ വേറെ ഒന്നുമല്ല, അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് മുട്ട മേടിച്ച് പുഴുങ്ങി അത് കഴിക്കും. പിന്നെ കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ ചീട്ട് കളിക്കും. ഒരു പ്രാവശ്യം ഞങ്ങളിതിങ്ങനെ മുട്ടയ്ക്കും പുഴുങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 10-15 പേരുണ്ട്. ഇടയ്ക്ക് എപ്പോഴോ മാഷ് വന്ന് കയറുകയാണ് ഫ്രണ്ടിൽ കൂടെ. വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും, മാഷ് വണ്ടി നിർത്തി നോക്കി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ചെരുപ്പുകൾ. അതിനുശേഷം അകത്തേക്ക് കഴിയുമ്പോൾ ആരെയും കാണുന്നില്ല, ചെരുപ്പുകളും കാണില്ല. ഞങ്ങൾക്കതൊരു എന്താ പറയുക, ബഹുമാനത്തിൻ്റെ പേരിൽ തന്നെയാണ് ഞങ്ങളത് പേടി, ബഹുമാനത്തോട് കൂടിയുള്ള പേടി എന്ന് പറഞ്ഞ പോലെ കുറേ കുസൃതികളുണ്ട് ഈ പറഞ്ഞ പോലെ. അതുപോലെ ഞങ്ങൾ പള്ളിയായിട്ട് പോകുമ്പോഴും ക്രിസ്മസിൻ്റെ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെയും ഇത് കഴിഞ്ഞ സമയത്ത് അന്നൊക്കെ വെളുപ്പിനാണല്ലോ എല്ലാം തീരണേ. ആ സമയത്ത് വീട്ടിൽ വരാനൊക്കെയും ഞങ്ങൾ പള്ളിയുടെ പേരും പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകില്ല, അവിടെ തന്നെ പള്ളിയിലല്ല, ഞങ്ങൾ അവിടെ ഇപ്പുറത്തേക്കുള്ള പറമ്പുകളിൽ പോയിരുന്ന് കുറച്ച് വർത്താനം പറയും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ഞാൻ ഓർക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പരീക്ഷയുടെ എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ കാരണന്മാരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോണത് വേറെ ഒന്നുമല്ല. അന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനായിരുന്നു. ക്രിക്കറ്റ് കളി നടക്കുന്ന സമയമാണ്. അപ്പോൾ പോയി ക്രിക്കറ്റ് കളി കാണാനാണ്. അപ്പോൾ കാരണന്മാർ കണ്ണ് വെട്ടിച്ച് പോയി. അതിന് പേര് പറയുന്നത് കമ്പൈൻ സ്റ്റഡി എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ തമാശകളൊക്കെ അന്നും ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു. പക്ഷെ അതും കാരണന്മാരും അത് എൻജോയ് ചെയ്തു. അവർക്കറിയാം അവർ പോണത് ഇങ്ങനെയൊക്കെയാണെന്ന്. നമ്മൾ എവിടെ പോയാലും അതാണ് പ്രത്യേകത. നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അത് കാരണന്മാർക്ക് അറിയാം, അറിഞ്ഞാണ് കൂടുതലും ചെയ്യുക. ഇന്നത്തെ പോലെ ഇപ്പം ഒന്നും അറിയില്ല കാരണന്മാർക്ക്. എന്താണ് മൊബൈലിൽ എന്താ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവർ വരുമ്പോൾ മാറ്റാനും കാര്യങ്ങളൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു വ്യക്തതയില്ല. അന്ന് മക്കളാരാ എന്താണെന്നും കാരണന്മാരെന്താണെന്നും അത് പരസ്പരം അറിയാമായിരുന്നു. ഇപ്പം അതില്ല, ഇപ്പം അത് നഷ്ടപ്പെട്ടു തുടങ്ങി. അന്നും നമ്മൾ പഠിക്കുമ്പോഴും പി ടി പീരീഡ് ഉണ്ട്. അതായത് ഒരു ഡ്രില്ല് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ഒരു സെപ്പറേറ്റ്. ഇപ്പോൾ നമ്മുടെ പി ടി സാർ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ സ്പ്രിൻ്റാണ് കൂടുതൽ. അതായത് 100 മീറ്റർ, 1500 മീറ്ററിൻ്റെ ഇത് റിലേ, ഇങ്ങനെ 2-3 എണ്ണത്തിലാണ് നമ്മൾ കൂടുതൽ സ്കൂളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലെവൽ വരെ കാഞ്ഞൂർ പഠിക്കുമ്പോഴായാലും ചെറുമലയാളത്ത് പഠിക്കുമ്പോഴായാലും അവിടെ നിന്ന് 2-3 പേര് അവിടെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോഴത്തെ പോലെയുള്ളൊരു എന്താ പറയുക, പ്രമോഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവരവരുടെ കഴിവനുസരിച്ച് ചില മാറി മാറി വരുന്ന പി ടി സാർമാരുടെ, ഡ്രില്ല് സാർമാരുടെ
ആ ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ അനുസരിച്ചാണ് അന്ന് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായുള്ളൂ. അതിനുള്ള സാഹചര്യം അന്നും ഉള്ളൂ. പക്ഷെ എങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് സ്പോർട്സ് കോട്ടയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സ്പോർട്സ് കോട്ടയിൽ പോലീസിലും നേവിയിലും ഇതിലേക്കും കിട്ടിയ ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, ശ്രീമംഗലത്ത് തന്നെ. സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞാൽ അത് ജോലി മാത്രമല്ലല്ലോ, അതൊരു ഫിസിക്കൽ ഫിറ്റ്നസ് കൂടിയാണ്. അങ്ങനെയുള്ളവർക്കുള്ള അത് കിട്ടുക. അതിന് വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടും ഒക്കെ എക്സസൈസൊക്കെ ചെയ്ത് ഓടി അങ്ങനെ അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒത്തിരി പേര് നമ്മുടെ കുടുംബങ്ങളിൽ രക്ഷപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ ആ പ്രായത്തിലുള്ളവരും ഇപ്പോഴും എനിക്ക് തോന്നുന്നു പുതിയ തലമുറയ്ക്ക് എനിക്കറിയില്ല പോലീസിനോട് എങ്ങനെയാണ് അവരുടെ ആഭിമുഖ്യമെന്ന്. കാരണം എല്ലാവരും പുറത്തേക്ക് വേറൊരു രാജ്യത്തേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്കാണല്ലോ ഇപ്പോൾ പോകുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പോലീസിലേക്ക് നല്ല സാലറി ഉണ്ട്. അത് മാത്രമല്ല ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, സമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ജോലിയാണല്ലോ. ഒത്തിരി പേര് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്.